ആ 15-ാം തീയതിക്കുള്ളിൽ മുസ്ലിം ലീഗിന്റെ അടിമയായിട്ട് മാറിയ വി.ഡി. സതീശന് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്ക് കാരണവും 15-ാം തീയതിക്കുള്ളിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 15-ാം തീയതിക്കുള്ളിൽ എന്ന അവരുടെ ആദ്യത്തെ വാക്ക് അവർക്ക് പാലിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം എല്ലാ സ്ത്രീകൾക്കും സൌജന്യമായിട്ടുള്ള യാത്ര എന്നത് ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കെഎസ്ആർടിസി ബസ്സിലും സൌജന്യമായിട്ടുള്ള യാത്ര എന്ന നിലയിലുള്ള പ്രഖ്യാപനം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എക്കാലത്തും കെഎസ്ആർടിസിയിൽ സൌജന്യ യാത്ര എന്നുള്ളതും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ വി.ഡി. സതീശനും സി.പി. ജോണും പറയുന്നത് 100 ദിവസത്തേക്കാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. 100 ദിവസം കൊണ്ട് ഞങ്ങളൊന്ന് പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം ഇത് തന്നെ വേണമോ എന്ന് ആലോചിക്കാമെന്നാണ് ഇവിടത്തെ വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ മന്ത്രി സി.പി. ജോണും പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പച്ചയായൊരു തട്ടിപ്പാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഇങ്ങനെ മനുഷ്യന് നടപ്പാക്കാൻ സാധിക്കാത്ത മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് എക്കാലത്തും ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളതിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര എന്നതിന്റെ പേരിൽ ഇന്ന് നടത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള പ്രിയദർശിനി ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പ് പ്രിയദർശിനി തട്ടിപ്പ് എന്ന പേരിൽ ഇന്നു മുതൽ കുപ്രസിദ്ധമാകും എന്നിവിടത്തെ വി.ഡി. സതീശനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രിയദർശിനി തട്ടിപ്പ് നടത്തിയ വി.ഡി. സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ തന്നെ തെരുവിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിലുള്ളവർ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച സമരപ്രകാരമാണ് ഇന്ന് വന്നതെങ്കിൽ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ടയിലും കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിലും മുഴുവൻ സാധാരണ സ്ത്രീകൾ വി.ഡി. സതീശനെതിരായിട്ടുള്ള സമരാഗ്നി ഇവിടെ കൊളുത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ആളിപ്പടരും. വി.ഡി. സതീശന്റെ ഈ ജനവഞ്ചനയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വഞ്ചന മാത്രമല്ല, ചതി മാത്രമല്ല, തട്ടിപ്പും പരിപാടിയും വി.ഡി. സതീശൻ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രിയദർശിനി പദ്ധതിയുടെ പേരിൽ തട്ടിപ്പും ഉഡായിപ്പ് പരിപാടിയും കൂടെ വി.ഡി. സതീശൻ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.